മോന് വെച്ച് എന്തോരം ആൾക്കാർ വീഡിയോ ഇട്ടുണ്ട്. താത്ത മോന്റെ കൂടെയാണ് അതിന്. നമസ്കാരം. ഉപ്പും മുളകും ലൈറ്റ്. ഉപ്പും മുളകും ലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പൊ 2 ദിവസം കൊണ്ട് അവരാണ് ഇപ്പോ കത്തി നിൽക്കുന്നത്. അവരുടെ ഓരോ വിഷയങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോ ഇളയ പെൺകുട്ടി തിരിച്ചു വരുന്നു, ഇവരെടുക്കുന്നു. ഇവരുടെ കുടുംബം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഷയങ്ങളാണ്. എന്നും വിഷയങ്ങൾ വന്ന് അവതരിപ്പിക്കുക, കല്യാണം, നൂലുകെട്ട്, ഒളിച്ചോട്ടം, ഗർഭം, അലസുക, അങ്ങനെ 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 തുടങ്ങി സ്വന്തം വീട്ടിലെ പരിഭവങ്ങളെല്ലാം കൂടി വന്ന് പറഞ്ഞ് ഈ ഫാമിലി വ്ളോഗ്സിനുള്ള ഒരു ശാപം കൂടിയാണല്ലോ ഇത്. കാരണം ഫാമിലി വ്ളോഗ്സ് ഒന്ന് തൂർന്നത് പെടുക്കുന്നത് വരെ ഇട്ട് കണ്ടന്റ് ചെയ്ത് ഇന്ന് എന്തുകൊണ്ട് തൂറിയില്ല എന്ന് വരെ ആൾക്കാർ ചോദിക്കും. അതിന് വരെ മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സംഭവമാണ് ഈ ഫാമിലി വ്ളോഗ്സ്. ഓക്കെ, അപ്പോ 2 ദിവസം മുമ്പ് ഈ പൊന്നൂസ് എന്ന് പറഞ്ഞ മൂത്ത പെൺകുട്ടി, അതായത് ആദ്യം ഒളിച്ചോടി പോയ പെൺകുട്ടി, ആ പെൺകുട്ടി ആദ്യം ഒരു മകളുണ്ട്, ഒരു മോളുണ്ട്. അപ്പോൾ രണ്ടാമത് പിന്നീട് പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പോൾ അത് അബോർഷനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നൊരു വീഡിയോ ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവര് ആദ്യം ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇട്ടു. അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ വന്നിരുന്നു കൊണ്ട് എന്താണ് ഇത് അബോർട്ടായി പോയി, ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നു. അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കേസേ ഉള്ളൂ. ആ വീഡിയോക്കകത്ത് തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും അബോർട്ട് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എപ്പോഴെങ്കിലും പോകും. ഡോക്ടർ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ആ കുഞ്ഞ് നഷ്ടപ്പെടും എന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. ഇന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞ് നഷ്ടപ്പെടും എന്നുള്ളത്. കുഞ്ഞ് നഷ്ടപ്പെട്ടില്ല. എന്നിട്ട് താങ്കൾ വന്നിരുന്ന് ആ ഒരു വീഡിയോ ഇട്ടത് ഉളുപ്പില്ലെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. ആ ഒരു കേസ് കാരണം നിങ്ങൾ പ്രഗ്നന്റ് ആയ ഉടനെ വന്ന് ഞാൻ പ്രഗ്നന്റ് ആയി മറ്റതാണ്, അതൊരു ഈ കമന്റ് ബോക്സിൽ പറയും പോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊന്നും ഒരു 3 മാസമൊക്കെ ആയാലും നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റത്തില്ല. അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ എടുത്തടിച്ച് ഒരു വ്യൂസിന് വേണ്ടി പറഞ്ഞു ശരി സന്തോഷം എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ അതിലെനിക്ക് തെറ്റൊന്നുമില്ല. ഈ പറയുന്ന പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഞാൻ ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത അല്ലെങ്കിൽ എനിക്കൊരു മോശമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു മരിച്ചിട്ടില്ല, അത് അബോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അബോർട്ടായി പോകും. അത് വന്നിട്ട് മരിക്കുന്നപ്പോൾ കൊച്ചിനെ എന്തിനാ കൊല്ലുന്നത് എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ അത് കേട്ടപ്പോൾ തോന്നിയത്. അത് അത്രയ്ക്ക് വെമ്പൽ കൊണ്ടിരിക്കുകയാണോ മരിച്ചെന്നുള്ളത്, അല്ലെങ്കിൽ അബോർട്ടായി പോയി എന്നുള്ളത് ഒരു ജീവനാണ്. അബോർട്ടായി പോയി എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളി കൊടുക്കാൻ വേണ്ടി അത്രയ്ക്ക് വെമ്പൽ കൊണ്ട് ഇരിക്കുകയാണോ? ആ ഒരു കാര്യത്തിന് ഭയങ്കര വിയോജിപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അത് പോയതിന് ശേഷമാണെങ്കിൽ ശരി, ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും 1% ചാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും വയറിൽ കിടക്കയില്ലേ, അത് പോയിട്ടില്ലല്ലോ. അത് വളരെ വളരെ മോശമായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഫീലിംഗ്. അപ്പോ അതിനകത്ത് ഈ പറയുന്ന പൊന്നൂസിന്റെ വീഡിയോക്ക് പൊന്നൂസ് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു വിഷയമൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ അങ്ങനെ ഒന്നും വിളിക്കാറില്ല, അവർക്ക് സൗകര്യമുള്ള വല്ലപ്പോഴേക്ക് വിളിച്ചാലായി വിളിച്ചില്ലെങ്കിലായി എന്നുള്ള തരത്തിൽ ഒരു ഡയലോഗ് പറയുന്നു. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ കുറെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ, കമന്റ് ബോക്സ് മൊത്തം ഇവർക്ക് അമ്മ നോക്കാതെയാണ് മറ്റേതാണ് മറിച്ചത് സാർക്ക് ഞാൻ വയ്ക്കാം. ഇവിടുത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഷഫീന ബീബി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഫീന ബീബി എനിക്ക് തോന്നുന്നു കൈസ് അങ്ങനെ കുറച്ച് പേര് അബോർഷൻ ആയതിന് കാരണം അമ്മയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടു. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തുകൊണ്ട് ഈ കമന്റ് ബോക്സിനെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ അവർ വീഡിയോ ഇട്ടു. ഇന്നലെ ഈ ഉപ്പുമുളകും ലൈറ്റിലെ അവര് ആ ഫാമിലി ആയിട്ട് വന്നിട്ട് ഷഫീന ബീബിക്ക് എതിരായിട്ട് ഒരു സാധനം ഇട്ടു. അതിനകത്ത് വളരെ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. അതായത് ഷഫീന ബീബി സ്വന്തം മകനോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇവരതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അത് കുറച്ച് മോശമായില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ തുടക്കം നമുക്ക് നോക്കാം. എന്താണ് ആദ്യം ഈ പൊന്നൂസ് പറഞ്ഞത് എന്ന് കേൾക്കാം. അമ്മ കണ്ട് എപ്പോഴെങ്കിലും വിളിച്ചാൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു വട്ടമൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അവരും അവർ തിരക്കിലേക്കാൻ അവർ വിളിക്കാറില്ല, അപ്പം ഞാൻ അങ്ങോട്ട് എപ്പോഴെങ്കിലും ഒരു വട്ടമൊക്കെ വിളിക്കും. വിശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും വെക്കും എന്നല്ലാതെ ആളോട് ഇനിയിപ്പോൾ ഏട്ടനും കാത്തും വിട്ട് ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും അമ്മയോടാ. എന്തായാലും എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ അവനെ വയ്ക്കും. വേറെ ഒരാളോട് സംസാരിക്കാനോ ഒന്നിനും. ഈ ഒരു സംഭവമാണ് ഈ പൊന്നൂസ് അതിനകത്തിരുന്ന് പറഞ്ഞത്. അതായത് അമ്മ എന്താണ് വല്ലപ്പോഴേക്ക് സമയം ഉണ്ടെങ്കിൽ വിളിക്കൊണ്ട് അവിടെ ആ ഒരു സങ്കടത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു പെട്ടെന്നെടുത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയൊരു തെറ്റായിട്ട് പറയാനോ ഒന്നും അത് ഉദ്ദേശിച്ചോ ഒന്നുമല്ല. അമ്മ വല്ലപ്പോഴേക്കൊന്നും വിളിക്കാറുള്ളൂ, അവർക്കും തിരക്കായിരിക്കും, വിഷമമുണ്ട്, പിന്നെ ഈ സമയത്ത് ആരും ഇല്ലല്ലോ എന്നൊരു വിഷമം ഇൻഡയറക്റ്റ് ഉണ്ട്. ഇത് കമന്റ് ബോക്സ് ആണല്ലോ. കാരണം ഇവരുടെ ഈ ഫാമിലി വ്ളോഗിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെന്ത് പറഞ്ഞാലും ഒരു വായിന്ന് എന്ത് വീണാലും അതിന് ഒരു ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പൊ കമന്റ് ബോക്സിൽ ഇത് വന്ന് ഇങ്ങനെ അറഞ്ചോം പറയുന്നുണ്ട്. അതിന് റിപ്ലൈ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ തള്ളയും തദ്യാനും കൂടി വന്നിരുന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തതിനു ശേഷം ഷഫീന ബീബി ഒരു വീഡിയോ ഇട്ടു. അതായത്
ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഈ ഒരു കമ്പ് ഞാനിവിടെ വെക്കാം, പിന്നീട് എവിടെ അലസി പോകാൻ കാരണം അമ്മയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കമന്റ് ബോക്സും ഇവരുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഷഫീൻ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അതിന് മറുപടി ആയിട്ട് ഇവരൊരു വീഡിയോ ഇട്ടിന്റെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വയ്ക്കാം. മനസ്സിലായോ? അയ്യോ, താത്തക്ക് ഇതന്നെ ഒരു പണി. താത്തേനും മോന് വെച്ച് എന്തോരം ആൾക്കാർ വീഡിയോ ഇട്ടുണ്ട്. താത്ത മോന്റെ കൂടെയാണ്. അതിന് വലിയ ശിക്ഷ ഈ ലോകത്ത് കിട്ടണോ? നമ്മൾ ജന്മം ജനിക്കുക മോന്റെ കൂടെയാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ അതിന് മാത്രം അല്ലേ? ഒന്ന് ആലോചിക്ക്. താത്തേനെ സ്വയം താത്തൊന്ന് ആലോചിക്കും. ഈ മുല്ലപ്പൂ ഇട്ടിട്ട് കാറിൽ എഴുന്നിട്ട് ഈ ആ നാട്ടുകാരെ തെറി വിളിക്കാൻ നല്ലത് താത്ത എന്ത് പണി ചെയ്യുന്നു? താത്ത വിദ്യാഭ്യാസം ഉണ്ടായിട്ട് താത്ത വിദ്യാഭ്യാസം വല്ല ജോലിക്കാണ് പോണത്. താത്തയും ഇതിലിരുന്നിട്ട് നാട്ടുകാരുടെ കുറ്റം കുറവും കണ്ടുപിടിക്കല. അല്ലെ താത്തേരെ വല്ല ഗുണൂടാ. എനിക്ക് പണിയെടുക്കാൻ മടിയത്ര. താത്തയുടെ പണി എനിക്ക് പറ്റും. 1, 2, 3, 4 അങ്ങനെ. അത് ഒരാളുടെ മേത്ത് മാത്രം ആ പണി എനിക്ക് പറ്റുന്നത്. ഇങ്ങനെ പറയണ ഞാൻ വിചാരിച്ച കാര്യമല്ല. ഓക്കെ, ഇതാണ് ആ ഒരു പരാമർശം. ഓക്കെ, ഇതിനകത്ത് എനിക്ക് വിയോജിപ്പുള്ള ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് താത്ത നിങ്ങളെ രൂക്ഷമായിട്ടായിരിക്കും വിമർശിച്ചത്, എന്തോ ആയിക്കോട്ടെ. ഈ പറയുന്ന നിങ്ങൾ ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കുന്നത്, മറ്റത് മറിച്ചത്, പണിയെടുക്കാൻ പണി, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് എങ്ങനെ വേണം. ഇപ്പൊ താത്തേനെ തെറുത്താത്തേന്ന് വിളിക്കുമോ, നീ 4 കെട്ടിയെന്നോ 5 കെട്ടിയെന്നോ 10 കെട്ടിയെന്നോ നീ വ്യഭിചരിക്കാൻ പോകണമെന്നോ എന്തൊക്കെ പറഞ്ഞോ, അതൊന്നും വിഷയമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ മറ്റൊരു വാക്ക് കമന്റ് ബോക്സിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് സ്വന്തം മകനോടാണ് താത്ത എന്ന് പറഞ്ഞൊരു സാധനം, അത് ഇത്തിരി കൂടിപ്പോയി എന്നുള്ളത് നിങ്ങൾ സ്വയമേ ചിന്തിക്കാനുള്ളത്. കമന്റ് ബോക്സിൽ പലതരത്തിലുള്ള കമന്റുകൾ വരും. ഇഷ്ടമായി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലാൻ തോന്നുന്ന രീതിയിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ വരും. നിങ്ങളുടെയും ഒരു അച്ഛനും അമ്മയാണ്, നിങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നു എന്ന് വരുത്തിക്കും. അതായത് നിങ്ങളുടെ അച്ഛനും ഈ പറയുന്ന നിങ്ങളുടെ മകളുമായിട്ട് ഇതാണ് അല്ലെങ്കിൽ അവിഹിതമാണ് എന്ന് പറയുന്ന കുറെ ഏതോ ഒരു ഭ്രാന്തൻ അവന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവൻ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടു. അതിനെ എടുത്തുകൊണ്ട് മറ്റൊരാള് ആ ഒരു വീഡിയോ ഇട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സാധനം വീഡിയോ ആയിട്ട് വരുമ്പോൾ അത് വളരെ മോശമല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ അങ്ങനെ ഇല്ലേ എന്നൊരു അർത്ഥം അതിനകത്ത് വരുന്നില്ലേ? ഈ ഒരു സാധനം അതെടുത്ത് പറഞ്ഞത് വളരെ മോശമായി. കാരണം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 2 മക്കളെന്തോ ഈ പറയുന്ന ഷഫീനയ്ക്ക് ഉണ്ട്. അതിനകത്ത് ഒന്നെന്തോ മൈനറാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായോ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ 2ഉം അറിഞ്ഞൂടാ. 2 മക്കളുണ്ട്, അതിലൊന്ന് പ്രായപൂർത്തിയാകാത്തത് പോലെ ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരെ വെച്ചിട്ട് അങ്ങനെ പറയണ്ട. നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞ വെടിയെന്നോ അല്ലെങ്കിൽ നീ പറയുന്ന വിചരിക്കാൻ പോണെന്നോ, നിനക്ക് 4 എട്ടെന്നോ 10 ഉണ്ടെന്നോ 20 കെട്ടിയെന്നോ എന്തോ പറഞ്ഞു, അതൊക്കെ നമുക്കത് ഓക്കെയാണ്. അതിപ്പം ഈ പറയുന്ന ഷഫീനെ പറയാറുണ്ട്, പലരെ കുറിച്ചും പറഞ്ഞു. പക്ഷെ സ്വന്തം മകന്റെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 2ഉം കൂടി വന്നിരുന്ന് ചിരിക്കുമ്പോൾ അത് ഇത്തിരി മോശമായിട്ടുള്ള കാര്യം. അതായത് തിരിച്ച് ഇനിയിപ്പം ഷഫീൻ എന്തിന് മറുപടി കൊടുക്കണമെന്ന് എനിക്ക് ചിലപ്പോൾ ഷഫീൻ ഇതിന്റെ അപ്പുറമായിരിക്കും മറുപടി കൊടുക്കണം. എനിക്ക് എന്നെ പറ്റി അറിയില്ല. ഇത് കേട്ടപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്കൊരു മകളുണ്ടല്ലോ, കമന്റ് ബോക്സിൽ എന്തും വരൂടെ? കമന്റ് ബോക്സിൽ പലരും പലതും ഒക്കെ എടുത്ത് പറയും. ആ കമന്റ് ബോക്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് അതിനെ എടുത്തു വെച്ച് പറയുന്നത് ഒട്ടും ശരിയട്ടല്ല എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. അതായത് ഈ പറയുന്ന പൊന്നൂസിന്റെ ഒളിച്ചോട്ടം മുതൽ, പൊന്നൂസിന്റെ കല്യാണം മുതൽ, പൊന്നൂസിന്റെ ആദ്യ പ്രേമം മുതൽ, അതിനുശേഷം എന്ത് ചെയ്തു, കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് കളയുന്നു, കല്യാണത്തിന്റെ ഒക്കെ അറ്റം വരുമ്പോൾ വീട്ടിൽ വന്ന് ഒരുത്തനുമായിട്ട് ഒളിച്ചോടുന്നു. ഓക്കെ, അതുമായിട്ട് വിവാദമായി ഇവർ വന്ന് ഇനി പറയാനൊന്നുമില്ല. ഈ പെൺമക്കളെ കുറിച്ച് ഇനി ഈ തന്തമാര് പറയാനില്ല, ഈ തള്ളയെ കുറിച്ച് ഈ പെൺമക്കൾ പറയാനില്ല. അതിനുശേഷം അതൊക്കെ സോൾവ് ആയി. ഓക്കെ, അവർ രമ്യതയിലായി, അതൊക്കെ കണ്ടന്റ് ആക്കി അവർ ജീവിക്കുന്നു. അതിനുശേഷം അനിയത്തി ഒളിച്ചോടിഞ്ഞ് മറ്റൊരു പയ്യനുമായിട്ട് എന്ത് ചെയ്യുന്നു, കല്യാണം ഉറപ്പിച്ച് അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു. അതിനുശേഷം ഇവർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ പെൺകുട്ടി ഈ പയ്യൻ്റെ തന്നെ ഇറങ്ങിപ്പോകുന്നു. അതും വിവാദമായി. പിന്നെ ഈ വിവാദമാകുമ്പോൾ തള്ളേ നിന്നോട് വന്നിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. അതിപ്പം എൻ്റെ അടുത്ത് വരെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എൻ്റെ റെക്കോർഡാണ്. ഞാൻ പിന്നെ അതൊന്നും പക്ഷെ അപ്പൊ ഞാൻ ഞെട്ടിയൊരു കേസ്, ഞാനൊരു അന്യൻ ആദ്യമായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. എന്തിന് ഈ സ്വന്തം മക്കളെ കുറിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള കേസ് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ പറയത്തില്ല. അപ്പം ഒരു എന്തിനെന്ന് പറഞ്ഞാൽ അവരങ്ങ് പറഞ്ഞു, അവർക്കൊരു ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പം മകളാൻ പറഞ്ഞു, പക്ഷെ മകളെ ഈ പറഞ്ഞതുപോലെയൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും അത്യാവശ്യം കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഫാമിലി ബ്ലോഗ്. അപ്പൊ ഇവർ ഇത് വിറ്റാണ് ജീവിക്കുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങൾ വിറ്റ്
എന്തെങ്കിലും പ്രശ്നങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേ ഒരു യൂസ് ഉള്ളൂ. അതുകൊണ്ട് അവർ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് ഇപ്പം കണ്ടില്ലേ ന്യൂസ് കേസ്, അത് അബോട്ട് ആയില്ല, എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. എനിക്ക് അതിനോട് എനിക്ക് വളരെ വളരെ വിയോജിപ്പുണ്ട്. നിങ്ങളുടെ അപ്പുറം മസ്റ്റായി കമന്റ് നമുക്ക് എടുക്കണം. ശരി.